നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. വളരെ വാശിയേറിയ മത്സരം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടകയിൽ കോൺഗ്രസിന് മികച്ച നേട്ടമുണ്ടാകുമെന്ന് കന്നഡ പോർട്ടലായ ഈദിരിയുടെ ഏറ്റവും പുതിയ സർവേ. 2023 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 132 മുതൽ 140 വരെയുള്ള സീറ്റുകളുടെ കോൺഗ്രസ് വിജയിക്കുമെന്ന് കൃത്യമായി പ്രവചിച്ച ഏക മാധ്യമ സ്ഥാപനമാണ് ഈദിന. 2004 മുതലുള്ള എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും BJPയെ പിന്തുണക്കുന്ന സംസ്ഥാനം ഇത്തവണ മാറി ചിന്തിക്കുമെന്ന് സർവേ പറയുന്നു. കർണാടകയിൽ 46.41% വോട്ടോടെ 13 മുതൽ 18 സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നുണ്ട്. BJP ജനതാദൾ സഖ്യത്തിന് 44.27% വോട്ട് ലഭിക്കുമെന്നും 10 മുതൽ 12 സീറ്റ് വരെ ലഭിക്കാമെന്നും സർവേ പറയുന്നുണ്ട്. എല്ലാ പാർട്ടികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിനു ശേഷം ഇതിരുടെ പ്രവർത്തകർ വിവിധ പശ്ചാത്തലത്തിലുള്ള 42,674 വോട്ടർമാരുടെ അഭിപ്രായം തേടി. കഴിഞ്ഞ 2 മാസത്തിനിടെ ഇത്തരത്തിൽ രണ്ടാമത്തെ സർവേയാണ് നടക്കുന്നത്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് നടത്തിയ ആദ്യ സർവേയും കോൺഗ്രസിന് മുൻതൂക്കം നൽകിയിരുന്നു. കോൺഗ്രസിന് 43.77% വോട്ടോടെ 11 സീറ്റുകളും BJP JDS 42.35% വോട്ടും 10 സീറ്റുകളും പ്രവചിച്ചിരുന്നു. സർവേ കണക്കുകൾ പ്രകാരം ആര് മുന്നിലെത്തുമെന്ന കാര്യത്തിൽ അന്തിമ നിഗമനത്തിലെത്തുന്നത് ബുദ്ധിമുട്ടാണെന്ന് ഈദിന പറയുന്നു. കുറഞ്ഞത് 9 സീറ്റുകളിൽ കോൺഗ്രസ് വിജയവും 7ഇടത്ത് BJP JDS വിജയവും വളരെ വ്യക്തമാണെന്നും സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. മഹാലക്ഷ്മി യോജനയ്ക്ക് കീഴിൽ ഒരു കുടുംബത്തിന് പ്രതിവർഷം 1 ലക്ഷം രൂപ എന്ന പ്രഖ്യാപനവും കർഷകരുടെ സമ്പൂർണ്ണ വായ്പ എഴുതിത്തള്ളലും എല്ലാവരിലേക്കും എത്തിയാൽ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഇനിയും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ BJP JDS സഖ്യത്തിന് മോദി ഘടകം അനുകൂലമായി പ്രവർത്തിച്ചേക്കാമെന്ന് സർവേ സൂചിപ്പിക്കുന്നുണ്ട്. മോദിയുടെ 10 വർഷത്തെ ഭരണത്തിൽ പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും അഴിമതിയും വർദ്ധിച്ചതായി സർവേയിൽ പങ്കെടുത്തവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും മോദി അഴിമതിക്കാരനല്ലെന്ന് പറയുന്നവരും ഉണ്ടെന്ന് സർവേ വ്യക്തമാക്കുന്നു. എന്തായാലും കോൺഗ്രസ് കർണാടകയിൽ വിജയം നേടുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ദക്ഷിണേന്ത്യ പിടിച്ചെടുക്കാമെന്ന മോഹത്തിൽ ഓടി നടന്ന മോദിക്ക് ഈ സർവേ റിപ്പോർട്ടുകൾ തിരിച്ചടി നൽകുന്നതാണ്.